കുട്ടനാട്ടിൽ കുട്ടൻ എന്നൊരു ചെത്തുതൊഴിലാളി തെങ്ങിൽ നിന്ന് വീണ് മരണപ്പെടുന്നു. കുട്ടൻ്റേത് ശവദാഹമായിരുന്നു. കാരണം കുട്ടൻ താമസിച്ചിരുന്നത് ജന്മിയുടെ പുരയിടത്തിലായിരുന്നു. അവിടെ ശവസംസ്കാരം നടത്താൻ ജന്മി അനുവദിക്കില്ല. അവിടേക്ക് മത്സ്യത്തൊഴിലാളി യൂണിയൻ പ്രസിഡന്റ് സൈമൺ ആശാനും വി എസും എത്തുന്നു. കുട്ടനെ ഇവിടെ തന്നെ സംസ്കരിക്കും, എതിർക്കാൻ വരുന്നവരെ നേരിടണം, വി എസ് കൂടി നിന്ന ജനങ്ങളോടായി പറഞ്ഞു. 100-ലധികം ആളുകൾ വി എസിന് പിന്നിൽ അണിനിരന്നു. ശവസംസ്കാരം അവിടെ തന്നെ നടന്നു. ആരിറക്കി വിടാൻ വന്നാലും ഇവിടെ വീട്ടിൽ നിന്ന് ഇറങ്ങരുത്, കുട്ടന്റെ കുടുംബത്തോടായി വി എസ് ഇങ്ങനെ പറഞ്ഞു. ശേഷം 12 സഖാക്കളെ വീടിന് കാവൽ നിർത്തിയാണ് വി എസ് അവിടെ നിന്നിറങ്ങിയത്. തിരിച്ചു പോകുമ്പോൾ വി എസ് സൈമൺ ആശാനോട് ചെത്തുതൊഴിലാളികൾക്ക് ഒരു സംഘടന വേണമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് അമ്പലപ്പുഴ താലൂക്കിൽ ആദ്യമായി ചെത്തുതൊഴിലാളി യൂണിയൻ ഉണ്ടാകുന്നത്. വി എസ് സെക്രട്ടറി, സൈമൺ ആശാൻ പ്രസിഡന്റ്. 2001 വരെ വി എസ് അമ്പലപ്പുഴ താലൂക്കിലെ ചെത്തുതൊഴിലാളി യൂണിയന്റെ അധ്യക്ഷനായിരുന്നു. ജനങ്ങളുടെ കണ്ണും കരളുമായി വി എസ് മാറുന്നത് ഇവിടെ നിന്നാണ്. ജനങ്ങളുടെ പ്രശ്നങ്ങളായിരുന്നു അദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ അലട്ടിയിരുന്നത്. ജനങ്ങൾക്ക് വേണ്ടി ജീവിക്കാനാണ് എനിക്കിഷ്ടം, സഖാവേ എന്ന വിളി കേട്ടാൽ എൻ്റെ വയറും മനസ്സും നിറയും, വി എസ് പറയുന്നത് ഇങ്ങനെയാണ്. ആലപ്പുഴയിലെ പുന്നപ്രയിൽ ശങ്കരന്റെയും അക്കമ്മയുടെയും മകനായി 1923 ഒക്ടോബർ 20 ജനനം. കുട്ടിക്കാലം മുതൽ തുടങ്ങിയ പോരാട്ട ജീവിതം. 4-ാം വയസ്സിൽ അമ്മ അക്കമ്മയെയും 11-ാം വയസ്സിൽ അച്ഛൻ ശങ്കരനെയും നഷ്ടമായതോടെ 7-ാം ക്ലാസ്സിൽ ഔപചാരിക വിദ്യാഭ്യാസം അവസാനിക്കുന്നു. തുടർന്ന് മൂത്ത സഹോദരന്റെ തുന്നൽക്കടയിൽ സഹായിയായി, പിന്നീട് കയർ ഫാക്ടറിയിൽ തൊഴിലാളിയായി. സഖാക്കളുടെ സഖാവ് വി കൃഷ്ണപിള്ളയുടെ സ്വാധീനം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ എത്തിച്ചു. കുട്ടനാട്ടിലെ കർഷക തൊഴിലാളികളെ സംഘടിപ്പിച്ചു തുടക്കം. 17-ാം വയസ്സിൽ പാർട്ടി അംഗം. തൊഴിലാളി വർഗത്തിന്റെ ജ്വലിക്കുന്ന ഏടായ പുന്നപ്ര വയലാർ സമരത്തിന്റെ മുന്നണിയിൽ വി എസ് അച്യുതാനന്ദൻ നിന്നു. കൊടിയ പോലീസ് മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങി. 1980 മുതൽ 92 വരെ 12 വർഷക്കാലം CPIM-ന്റെ സംസ്ഥാന സെക്രട്ടറി. കണിച്ചതയ്ക്കൊരു പകരം വാക്കുണ്ടെങ്കിൽ അത് പാർട്ടി സെക്രട്ടറി വി എസ് സഖാവ് എന്നായി മാറി. പാർട്ടി ജയിക്കുമ്പോൾ വി എസ് തോൽക്കുകയും വി എസ് ജയിക്കുമ്പോൾ പാർട്ടി തോൽക്കുകയും ചെയ്യുന്ന വൈരുദ്ധ്യത്തിന്റെ കാലവുമുണ്ടായി വി എസിന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ. പ്രതിപക്ഷ നേതാവായിരുന്ന കാലത്ത് വി എസിന്റെ ജനകീയ നേതാവിലേക്കുള്ള പരകായ പ്രവേശമായിരുന്നു. 83-ാം വയസ്സിൽ കേരള മുഖ്യമന്ത്രിയായി. നീട്ടിയും കുറുക്കിയുമുള്ള പ്രസംഗത്തിന്റെ അഭാവം പാർട്ടിയും കേരളവും 2016 മുതൽ അറിഞ്ഞു തുടങ്ങിയതാണ്. വി എസ് ഒരു ജ്വലിക്കുന്ന ഓർമ്മയാണ്. അദ്ദേഹത്തിന്റെ ജീവിതം പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടിയായിരുന്നു, തൊഴിലാളികൾക്ക് വേണ്ടിയായിരുന്നു. കാലം മായ്ക്കാത്ത ഏടായി വി എസ് ജനഹൃദയങ്ങളിൽ നിലകൊള്ളുക തന്നെ ചെയ്യും. കാരണം കേരളം വി എസിനെ ഓർമ്മിക്കുന്നത് ഇന്നലകളിലെ പോരാട്ടങ്ങളിലൂടെയാണ്.